കുട്ടിക്കാനം കട്ടപ്പന മലയോര ഹൈവേയുടെ പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച ഹിൽ ഹൈവേ റണ്ണിന് ആവേശോജ്വല സമാപനം. ബോളിവുഡ് താരവും ദീർഘദൂര ഓട്ടക്കാരനുമായ മിലിന്ദ് സോമൻ നയിച്ച കൂട്ടയോട്ടത്തിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. രാജ്യത്തെ എല്ലാ മാരത്തൺ ഓട്ടക്കാരും ഹൈവേയിൽ ഓടാനെത്തണമെന്നാണ് റൺ പൂർത്തിയാക്കിയതിനു ശേഷം മിലിന്ദ് സോമൻ പ്രതികരിച്ചത്. മലയോര വികസനത്തിന്റെ അടയാളപ്പെടുത്തലായി ഉറച്ച കാൽവെപ്പുകളോടെ അവരോടി. കോടമഞ്ഞിന്റെ അകമ്പടിയിൽ വളഞ്ഞു പൊളഞ്ഞ് കേരളത്തിന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം വിളിച്ചോതുന്ന മലയോര ഹൈവേയിലൂടെ ബോളിവുഡ് താരവും ദീർഘദൂര ഓട്ടക്കാരനുമായ മിലിന്ദ് സോമൻ നയിച്ച ഹിൽ ഹൈവേ റൺ ഹൈറേഞ്ചിൽ തീർത്തത് ആവേശ കൊടിമുടി. രാവിലെ 7 മണിക്ക് കുട്ടിക്കാനം മരിയൻ കോളേജ് മൈതാനത്ത് മന്ത്രി റോഷി അഗസ്റ്റിനാണ് കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തത്. കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെ 20 കിലോമീറ്റർ ദൂരമാണ് മിലിന്ദ് സോമൻ നയിക്കുന്ന സംഘം ഓടിത്തീർത്തത്. വനിതാ ബൈക്ക് റൈഡർമാർ, സ്കേറ്റർമാർ, സൈക്ലിംഗ് താരങ്ങൾ എന്നിവരും റണ്ണിൽ അണിനിരന്നു. ചെരുപ്പിടാതെ ഓടാൻ പറ്റിയ ഹൈവേ എന്നാണ് ഓട്ടം പൂർത്തിയാക്കിയതിന് പിന്നാലെ മിലിന്ദ് സോമന്റെ പ്രതികരണം. I did not even run with shoes. I could run. I enjoy running barefoot, but only where the road is very, very smooth and very, there is no roughness. And this road was perfect. കിഫ്ബി വഴി 235 കോടി രൂപ ചെലവഴിച്ചാണ് കുട്ടിക്കാനം ചപ്പാത്ത് കട്ടപ്പന പാത നിർമ്മിച്ചത്. പ്രകൃതിക്ഷോഭങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 1332 കിലോമീറ്റർ നീളുന്നതാണ് മലയോര ഹൈവേ. വൈദ്യുതി, ഇന്റർനെറ്റ് കേബിളുകൾക്കായി പ്രത്യേക ഡക്റ്റുകളും ഓരോ 50 കിലോമീറ്ററുകളിലും വിശ്രമ കേന്ദ്രങ്ങളും ഉൾപ്പെടുന്ന ഹൈവേ ഈ വർഷം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.